രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. ഇന്നു തന്നെ പാലക്കാട് എംഎൽഎ ജയിൽ മോചിതനായേക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്ന വിവരം. രാഹുൽ നിലവിൽ കഴിയുന്നത് മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലാണ്. മൂന്നാമത്തെ ബലാത്സംഗ കേസിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുന്നത്. വളരെ നാടകീയമായിട്ടായിരുന്നു അന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. 18 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ കഴിയുകയാണ്. ഒടുവിൽ ഇന്നിപ്പോഴാ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരം വരികയാണ്. ഏത് അടിസ്ഥാനത്തിലാണ് ജാമ്യം നൽകിയെന്നുൾപ്പെടെയുള്ള വിശദാംശങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി പരാതികൾ വന്നിരുന്നു. അതിൽ മൂന്നാമത്തെ പരാതിയിൽ ആണ് ഡിസംബർ 11-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പാലക്കാട്ട് ഫ്ളാറ്റിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ 18 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരികയാണ്. രഘുനാഥ് നാരായൺ വിവരങ്ങളുമായിട്ടുണ്ട്. രഘു, രാഹുലിന് ജാമ്യം കിട്ടിയിരിക്കുന്നു. എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? ജാമ്യോപാധികൾ എങ്ങനെയാണ്? ഇന്ന് ജയിൽ മോചിതനാകുമോ രാഹുൽ? വിശദാംശങ്ങൾ. സ്വാഭാവികമായിട്ടുള്ള നിയമവ്യവസ്ഥയും നിലവിലുള്ള അടിസ്ഥാനത്തിലാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ രാഹുലിന് ജയിൽ മോചിതനാകാൻ വേണ്ടി കഴിയും. കോടതിയുടെ ഉത്തരവ് ടൈപ്പ് ചെയ്ത് ഉത്തരവായി കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് രാഹുലുള്ള മാവേലിക്കര സബ് ജയിലിലേക്ക്, പ്രത്യേക ജയിലിലേക്ക് കൊണ്ടുവരും. അവിടുത്തെ നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കിയ ശേഷം രാഹുൽ ജയിൽ മോചിതനാകും. എന്തായാലും ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് രാഹുൽ ജയിൽ മോചിതനാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. മുൻപ് 2 തവണ രാഹുലിനെതിരെ സമാനമായ രീതിയിൽ പരാതികൾ വന്നിരുന്നു. അന്ന് രാഹുൽ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം തേടി ആ അറസ്റ്റ് വൈകിപ്പിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അറസ്റ്റ് തടയുകയായിരുന്നു. ഇത് മനസ്സിലാക്കിയ സംസ്ഥാന സർക്കാരാണ് വീണ്ടും രാഹുലിനെതിരെ ഒരു പരാതി ലഭിക്കുകയും അതീവ രഹസ്യമായി FIR രജിസ്റ്റർ ചെയ്യുകയും നമ്മൾ കണ്ടതുപോലെ രാഹുലിനെ പാതിരാത്രിയിൽ പാലക്കാട് നിന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ തന്നെ രാഹുലിന്റെ അഭിഭാഷകൻ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്ന വാദം ഞാൻ മുൻപേ പറഞ്ഞത് തന്നെയായിരുന്നു. സമാനമായ രീതിയിൽ മുൻപ് 2 പരാതികൾ ലഭിച്ചിരുന്നു. ആ പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ആ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച ആളാണ് ജനപ്രതിനിധിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ടാണ് ഈ കേസ് രഹസ്യമായി രജിസ്റ്റർ ചെയ്യുകയും അറസ്റ്റിലേക്ക് നയിക്കുകയും ചെയ്തത്. അത് രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്, രാഷ്ട്രീയമായ ഗൂഢലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതായിരുന്നു രാഹുലിന്റെ പ്രധാനപ്പെട്ട വാദം. എന്നാൽ തിരുവല്ല കോടതി സ്വാഭാവികമായിട്ട് തന്നെ ഈ പീഡന കേസുകളുടെ വാദം നടക്കുക, കേസിന്റെ ട്രയൽ നടക്കുക ജില്ലാ കോടതികളിലായിരിക്കും. അതുകൊണ്ട് തന്നെ കീഴ്ക്കോടതികൾ സ്വാഭാവികമായ രീതിയിൽ പീഡന കേസുകളിൽ പരാതി നൽകാറില്ല. ജില്ലാ കോടതി മുതൽ മുകളിലോട്ടുള്ള കോടതികളാണ് ഇതിന് ജാമ്യം അനുവദിക്കുക. ആ രീതിയിലാണ് രാഹുൽ നിലവിലുള്ള നിയമവ്യവസ്ഥ പ്രകാരം ആദ്യമേ കീഴ്ക്കോടതിയെ സമീപിക്കുകയും കീഴ്ക്കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ ജില്ലാ കോടതിയെ സമീപിക്കുകയും അവിടെ നിന്ന് ജാമ്യം നേടുകയും ചെയ്തിരിക്കുന്നത്.